നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. നമ്മളിന്നൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു അടിയന്തര സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി വലിയൊരു ഫണ്ട് സമാഹരിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നമ്മളിന്ന് പോയിട്ട് വരികയാണ്. എവിടെ പോയെന്നല്ലേ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ജുമാ നമസ്കാരം. മുസ്ലിങ്ങളുടെ പള്ളികളിൽ, ഇസ്ലാമിന്റെ പള്ളികളിൽ എന്ന് പറഞ്ഞാല് മാപ്പിളമാറ പള്ളിയിൽ അവിടെ പോയി കുറെ പള്ളി, ഒന്ന് രണ്ട് പള്ളികളിൽ കുറെ ആളുകളാക്കി, മറ്റു ഒരു പള്ളിയിൽ ഞാനും നിന്നു, ഫണ്ട് വെച്ചു. അതിനവിടെ ഫണ്ട് വരിക്കാൻ വേണ്ടി പോയപ്പോ 3-4 ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു. കണ്ടാല് ഒരു ഭീകര ലുക്കൊക്കെ ഉണ്ടാവും, ഭയങ്കര ഭീകരന്മാരാൻ തോന്നിപ്പോ. അങ്ങനെ ഭീകര ലുക്കിൽ 2-3 ആൾക്കാർ വന്നിട്ട് ചോദിച്ചു വന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളിന്ന് 2 പേര് ഞങ്ങളുടെ കൂടെ വാ, ബാക്കി 2 ആളെടുക്ക് ഇവരെ സഹായിക്കാൻ ഇവിടെ 2 പേരെ ആക്കാം. ആ പള്ളിയിൽ നിന്ന് 2 പേരെ അവരെ സഹായിക്കാനാക്കി നമ്മളെ മറ്റൊരു വലിയൊരു പള്ളിയിലേക്ക്, 2 പള്ളിയിലേക്ക് പോയി. അവര് ആ 2 പള്ളിയിൽ പോയി അവിടുത്തെ ഉസ്താദിനോട്, കമ്മിറ്റിക്കാരെ കാര്യങ്ങൾ പറഞ്ഞു. അവിടുന്ന് അവരും തിരിച്ചു, അവര് നമ്മളൊപ്പം ചേർന്നു. എന്നിട്ട് അവർ വന്നിട്ട് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഗൾഫ് ബന്ധങ്ങളും അവരുടെ മറ്റു ബന്ധങ്ങളും ഉപയോഗിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് ഇപ്പൊ ആവശ്യത്തിന് ഉള്ള ഫണ്ട് സമാഹരിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇന്ന് ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളികളിൽ പോയിട്ട് സമാഹരിച്ച ഫണ്ടാണ്. ഇത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ എന്ത് പറയുമ്പോൾ തൊട്ടേനും തൊടുന്നതിനും എല്ലാം ഹിന്ദു മുസ്ലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവേചനം ഉണ്ടാക്കിയാണ് കുറെ ആളുകൾ, കുത്തിത്തിരിപ്പുണ്ടാക്കിയ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. AC മുറിയിലിരുന്ന് ഇന്നോവ കാറിൽ സഞ്ചരിച്ച് നല്ലോണം വെട്ടിവിഴുങ്ങി എല്ലിന്റെ ഉള്ളിൽ കുത്തിയിട്ട് അവർക്ക് എന്തും വിളിച്ചു പറയും. കാരണം അവരെ സുരക്ഷിത സ്ഥാനത്താണെന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. പക്ഷെ ഇതേപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് കൈനീട്ടി ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പറയുമ്പോൾ പറയും ഹിന്ദുവിന്റെ അങ്ങനെ ഹിന്ദു ആണ്, ഓ മുസ്ലിമാണ്, ഓ മാപ്പിളയാണ്, ഓ ക്രിസ്ത്യാനിയാണ്, അത് ക്രിസ്ത്യാനിന്റെ പാട്ട് പാടാൻ പാടില്ല, അവിടെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരു ഹിന്ദുവിന് പ്രയാസം വന്നാൽ, അസുഖം വന്നാൽ ബക്കറ്റ് കൊടുത്ത് വേഗം പോവുക, വേഗം ഒരു സഹായത്തിന് പോകുന്നത് ഒരു ഇസ്ലാമിന്റെ അടുത്തും ഒരു ക്രിസ്ത്യാനിന്റെ അടുത്തേ പോവുള്ളൂ. നമ്മൾ ഇന്ന് ജുമാ നമസ്കാരത്തിന്റെ സമയത്താണ് പള്ളികളിൽ പണം പിരിച്ചത്. അമ്പലത്തിൽ ദീപാരാധനന്റെ സമയത്ത് പോയിട്ട് ഫണ്ട് പിരിച്ച പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. അനുഭവം അങ്ങനെയാണ്. എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെയ്യ സ്ഥലത്ത് പോയി. തെയ്യ സ്ഥലത്ത് നിന്ന് അനൗൺസ് ധാരാളം ചെയ്തു, ബക്കറ്റും കൊണ്ട് പോയി. ആ കിട്ടിയത് 2500 രൂപയാണ്. അതിനപ്പുറം ഒരു ഫണ്ടും കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. അതൊരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ മേലോട്ട്, പിന്നെ അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള സ്പോൺസർഷിപ്പും ഇത് അവരുടെ അടുത്ത് കിട്ടും. മുസ്ലിങ്ങളെ മദ്രസയിലേക്ക് നോക്കിയിട്ട് തിരിഞ്ഞു നിന്ന് കുലക്കുന്ന ചില ആളുകളോട് എന്ന് വെച്ചിട്ടാണെങ്കിൽ വിശക്കര മുതൽ പിന്നെ അങ്ങനെ കുറെ എണ്ണത്തിന്റെ പേരുകൾ പറയാനുണ്ട്. അവർക്കൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഈ പ്രേമരാജ് പുന്നാട് പറഞ്ഞത്. അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് എന്താണ് മറ്റുള്ള ആളുകൾക്ക് നേട്ടം, മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ആരാവട്ടെ, മനുഷ്യർക്ക് എന്താണ് നേട്ടം, ആ നേട്ടമാണ് നമ്മുടെ പ്രേമരാജ് പൊന്നാട് എന്ന് പറയുന്ന ഈ സഹോദരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കണ്ട ഭീകര രൂപമുണ്ട് ആളുകളെ, കാരണം വലിയ താടിക്കാരാവും വന്നത്. അപ്പൊ ആ താടിക്കാര് കാണിച്ചു കൊടുത്ത മാതൃക എന്താണ് എന്നുള്ളതാണ്. അവരെ കൊണ്ടുപോയി പള്ളി കമ്മിറ്റിന്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് വേണ്ട ആ ഫണ്ട് സ്വരൂപിച്ചു കൊടുത്തു എന്നാണ് ഈ പ്രേമരാജ് പൊന്നാട് പറഞ്ഞത്. വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കാരണം എന്ന് പറയുകയാണെങ്കിൽ അത് മദ്രസയിൽ പഠിച്ചതിന്റെ ഗുണമാണ് എന്ന് ഓരോ ഈ വിഷവള്ളികളും, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, വിഷവള്ളികളും തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോട് കൂടെ തന്നെ പുള്ളിക്കാരൻ എന്തോ ഒരു സ്ഥലത്ത് ഈ അമ്പലത്തിൽ എന്തോ ഒരു പരിപാടിന്റെ ആ രീതിയിൽ അലോൺസ്മെന്റ് വരെ ചെയ്തിട്ട് ആകെ 2500 രൂപയാണ് കിട്ടിയത്. അത് മദ്രസയിൽ പഠിക്കാത്തതിന്റെയും ഇത് മദ്രസയിൽ പഠിച്ചതിന്റെയും ഗുണമാണ് എന്ന് ഓരോ വിഷവള്ളികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് മാത്രമേ